വെളിപ്പാട് പുസ്തകത്തിൽ സഭകളോട് സംസാരിക്കുമ്പോൾ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്ന വാതിലുകൾ വെച്ചിട്ടുണ്ട്. ജോസഫിൻ്റെ ജീവിതത്തിൽ പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ നിർബന്ധിച്ച് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം വിട്ടിട്ട് അവൻ ഇറങ്ങി ഓടാൻ ഒരു വാതിൽ ദൈവം അവിടെ തുറന്നു വെച്ചിരുന്നു. അതുകൊണ്ട് പാപം ചെയ്യാതെ ഓടുവാൻ നിങ്ങൾക്കും എനിക്കും ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ആ വാതിൽ നാം കാണുകയുള്ളൂ. അല്ലെങ്കിൽ ആ വാതിൽ നാം കാണുകയില്ല, നാം പാപത്തിൽ അകപ്പെട്ടു പോവുക തന്നെ ചെയ്യും. പത്രോസ് ജയിലിലടയ്ക്കപ്പെട്ട സമയത്ത് പത്രോസിനെ ദൂതൻ വിളിച്ചുണർത്തി എല്ലാ വാതിലുകളും തുറന്ന്, ജയിലിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പട്ടണത്തിൻ്റെയും വാതിൽ തുറന്ന് പത്രോസിനെ പുറത്തു വിടുന്നതായിട്ട് കാണാം. അത് ദൈവിക പദ്ധതി പൂർത്തീകരിക്കാൻ ദൈവം തുറന്ന വാതിലായിരുന്നു. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ തനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വളരെ വാഞ്ചയുള്ളത് കൊണ്ട് തന്നെ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വലുതും സഫലവുമായ ഒരു വാതിൽ എനിക്കായി തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുമുണ്ട്. ആ രണ്ടാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചാലും കുഴപ്പമില്ല. എന്നാൽ തുറന്നൊരു വാതിൽ നിങ്ങൾക്കും എനിക്കും ആവശ്യമാണെങ്കിൽ തുറന്നു തരുവാൻ, സുവിശേഷത്തിനായി തുറന്നു തരുവാൻ ദൈവം ഒരുക്കമാണ്. എതിരാളികളെ ഭയക്കണ്ട, എതിരാളികളെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നു, ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവം തുറന്നാൽ ആ വാതിൽ ആർക്കും അടയ്ക്കാനായിട്ട് കഴിയുകയില്ല. നമ്മളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലതകളിലൂടെ നാം നടക്കുമ്പോഴും പ്രതികൂലതകളെ മുറുകെ പിടിക്കുന്നതിന് പകരം ദൈവം തുറന്ന വാതിലിലൂടെ സഞ്ചരിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വാതിൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമായിരിക്കണം. ഹൃദയത്തിലെ ആഗ്രഹമനുസരിച്ചാണ് ഈ വാതിലൊക്കെ തുറന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനായിട്ടും ദൈവം തുറന്നിരിക്കുന്ന വാതിൽ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിൽ ദൈവത്തെ ആശ്രയിക്കാം, ദൈവത്തോടു കൂടെ നമുക്ക് സഞ്ചരിക്കാം. തുറന്ന വാതിലിലൂടെ സഞ്ചരിച്ച് ദൈവപ്രവൃത്തി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാക്കി കൊടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.